Kolduri, Majestic Mall. Assalamu alaikum. Yes, Labo, ni bank tension ആണ്. എന്തിനാ ടെൻഷൻ ഒന്നല്ലਗਾ ഇപ്പൊ ഞാൻ എന്ത് പത്ര വരെ കൺഫ്യൂസ് അതല്ലगा ഇപ്പോ ഫേസ്ബുക്കിൽ ഡിഫറെന്റ് വീഡിയോസ് വന്നിന് ആ ചെക്കിന്റെ ചെക്കിന്റെ വീഡിയോസ് കാണുന്ന ഇപ്പൊ നിന്നോടല്ല ഇത് ചെക്കിന്റെ ഒന്നല്ലगा ഇത് അന്റെ ഉപ്പാന്റെ വീഡിയോസ് അല്ലാ ഉപ്പാല്ല നീ നേരെ നോക്കിനോ ഞാൻ നോക്കിയില്ല സെന്റിമെന്റിൽ എന്തോയിട്ടാ പേര് ഹിപ്പ് ഹോപ്പ് ടോപ്പിക് അത് കൊടുത്തില്ല അങ്ങനെ കൊടുത്തെങ്കിൽ എനിക്ക് മനസ്സിലാണ് അയ്യേ ഞാൻ ഫോട്ടോ നോക്കി നോക്കി ആ റേബന്റെ ഗ്ലാസും ആ എസ് പിന്റെ ഷർട്ട് ഇട്ടിട്ടാകുമ്പോ അത് കുന്നിൽ അഞ്ച് ഉപ്പാക്ക് മാത്രമുള്ള അതെന്റെ ഉപ്പന്നെ ഇപ്പൊ ഞാൻ എന്താക്കണം ഹസ്ബൻഡ് ആക്സെപ്റ്റ് ആക്കണം അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കിയതാണ് നീ ഉപ്പ മെയിൻഡാക്കില്ല കാര്യ ഈ ബാറ്റർമാർക്കുണ്ട് ഈ ഫേസ്ബുക്കിലുള്ള കാര്യമോ നീ എന്ത് പറയുക ദാസമാകുന്നു എനിക്കറിയോ ഓൾ ഫേസ്ബുക്കിൽ ഹോസ്പിറ്റലിൽ നേഴ്സ് പറയുമ്പോ ഓന്റെ ഉപ്പ പോയിട്ട് ഒരു ചോക്ലേറ്റ് നാടി മുമ്പ് ഇപ്പൊ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ആക്കുന്നത് അങ്ങനത്തെ സമയത്ത് ഈ ദാസമാണ് വിഷയം കൊടുക്കുന്നത് അതൊക്കെ പണ്ടത്തെ കക്കൂസിനെല്ലാം എഴുതിക്കൊണ്ടാവില്ല ഇപ്പൊ ഫേസ്ബുക്കിൽ കമന്റ് ആയിട്ടോ വാളായിട്ടോ എനിക്ക് അതിലെ പിടി നീ ഇന്നലെ ഓൺലൈൻ ഉണ്ടായിട്ട് രാത്രി അപ്പൊ ഞാനൊരു ഫോട്ടോ ഇട്ടില്ല അതിലേക്ക് ലൈക്ക് കൊടുക്കാതെ ഏത് ഫോട്ടോ ഞാൻ നല്ല കറക്റ്റ് ഓണാക്കി വെച്ചിട്ടുണ്ട് ഫോട്ടോ ഇല്ല അതിലേക്ക് അല്ല ആ ഫോട്ടോയാ ഇന്ന് ഞാൻ നോക്കുമ്പോഴല്ല ഉമ്മ ചോദിച്ചിട്ട് ആ ബാക്ക് പറയുന്നത് നീ അങ്ങനത്തെ രാത്രി അങ്ങനത്തെ ഫോട്ടോ തന്നെ ഞാൻ ഒന്ന് ദിവസം വാങ്ങിത്തരാ ഞാൻ പാങ്ങില്ല നീ എന്ത് കളിയാക്കില്ല വരുന്നുണ്ട് വലൈക്കും സലാം ശരിക്കുട്ട നിങ്ങളിപ്പോ ഗൾഫിലാണ് നിങ്ങൾ ഗൾഫിൽ പോയിട്ട് തടിയുമ്പോൾ കാണുന്നില്ല നിങ്ങളിപ്പോ പോകുന്നില്ല നാട്ടിലെ വന്നിട്ട് കാവലെ കുട്ടിക്ക് അപ്പനെ തോന്നി പോയപ്പോ ചോദിച്ചോണ്ട് ചൂടാണപ്പാ നീ ഇങ്ങനെ നാട്ടിലെ പിള്ളേർ വന്നതാണ് പള്ളിയിലാവില്ല ക്ലബിലാവില്ല നീ ക്ലബിലെ നോക്കിന ക്ലബിന്റെ ബാക്കിലുള്ള കട്ടയിൽ നോക്കിന അട്ടയിൽ പോയിട്ട് നോക്കിന സൂപ്പറിന്റെ ഷോപ്പിൽ നോക്കിന ആരുണ്ടാവും മൊബൈലും കുറിച്ച് തൂങ്ങുന്ന നിനക്കെന്താ ഈ ഗൾഫിലുണ്ടായില്ല ശരിക്കുട്ട പണ്ടൊക്കെ ആരെങ്കിലും പോയിട്ടില്ല ഭക്തിനെ ഇപ്പൊ ഞാൻ വാട്സപ്പിലാ ഫേസ്ബുക്കിലാ മറ്റേ നോക്കിയാൽ മതി ആടില്ലാവൂ ആടില്ലാവൂ ഞാനിങ്ങനെ വിലയിരുത്തി പോവോ കാട്ടിലുള്ള ഷൂ തൊണ്ടേക്കുന്നുണ്ടായി ഞാൻ ഈ പാമ്പ് പഠിച്ച് കല്ലി അപ്പോൾ നമ്മള് ഒരു മൊബൈൽ കുറിച്ചോണ്ട് വരുന്നുണ്ട് അല്ല അത് തീറ്റയല്ല അത് ഓന്റെ പെണ്ണിനോട് തൂങ്ങിക്കൊണ്ടുണ്ടായിട്ടുണ്ടാവും നീക്കഴോ ഞാൻ നിലകൾക്ക് അറിയായി മൊബൈൽ ഷോപ്പിൽ അപ്പൊ നമ്മൾ ഓന് മൊബൈലും കൊണ്ട് വന്നിട്ട് ഓന് ഇപ്പൊ പുതിയ കൊടുത്ത ഗ്യാനക്ക് അപ്പൊ ഞാൻ ചോദിച്ചെന്തിനാ കംപ്ലൈന്റ് ഓനോട് എന്ത് പറഞ്ഞില്ല പയ്യെ എനിക്ക് മനസ്സിലായി ഓനോടെ പെണ്ണിന് ഗിഫ്റ്റ് കൊടുത്തിട്ട് ആ ഗിഫ്റ്റ് വളം കഴിഞ്ഞു അപ്പൊ ഷോപ്പിൽ അയാൾ പറഞ്ഞു അവരിലേക്ക് പോലെ ഇങ്ങനെ വളം കയറുന്നു നാടിന്റെ അവസ്ഥ എത്തിയത് നമ്മളെ പിള്ളേരുടെ ചാറ്റിങ്ങിൽ തൂങ്ങൽ തുടങ്ങി നാടിന്റെ ഭാവി അവസ്ഥ എന്തായിക്കൂടാ ഇങ്ങനത്തെ പറയുന്ന ചാറ്റിങ് ആക്കി കുഞ്ഞിത്തെത്ര പിള്ളേർ ഇംഗ്ലീഷ് പറയുന്ന മലയാളം പോലും അറിയാനായി തോന്നിക്കോ പറയുക എന്നൊക്കെയല്ല എന്ത് പിള്ളേരുടെ മജയാക്കുന്നു ഇംഗ്ലീഷ് കൊണ്ടിട്ട് ഒക്കൂറ ഞാൻ നിങ്ങളെ കെബീർ മോനെ കണ്ടിട്ടാകുമ്പോ ഓൻ എന്നോട് അങ്ങനത്തെ എന്തോ ഒരു കാര്യം പറഞ്ഞു ഞാനാകെ പഠിച്ചു ഞാനിപ്പടി സായിപ്പ് കൊണ്ടിലേക്ക് വലിയ എനിക്ക് മനസ്സിലായത് അങ്ങനെ വരുന്നത് ഓക്കെ ഉത്തേജില്ല മുണ്ടുണ്ടാ നല്ലോണ്ട് അസ്സലാമലൈക്കും വലൈക്കും സലാം എവിടേക്ക് ഇപ്പൊ വാങ്ങ ആടെ മുന്നിൽ ആട്ടേക്ക് ഇന്നിട്ടാണ് വേല മൊഴിയില്ല ഉസ്താന്റെ മജന്നപ്പ ഇല്ലെങ്കിൽ ഈ മഴക്കാലത്ത് മഴപ്പാറ്റ വരുന്ന പോലെ ഗൾഫിന്ന് ഏഴിന്റെ ആകുമ്പോഴത്തേക്ക് പെട്ടി മസ്തരം കൊണ്ട് കൊടിയാൾ വരും ഇത് വേണ്ട ഇത് ഗൾഫിലില്ല അത് ചുക്ക് മൊഴിയൂത് ചുക്ക് രാത്രി ചുക്ക് ഇക്കൊല്ലം അങ്ങനത്തെ ആളെ കാണാത്തോണ്ട് ഉസ്താന്റെ കീസ് നല്ല പൊന്തിട്ടുണ്ടാവും നിങ്ങൾക്കുണ്ടറിയില്ല ഓടിക്കൊല്ലം നേരത്തെ മാലിക് ദിനാർ ഉറുസ്തുണ്ട് ഓർമ്മ പറയുന്നത് അത് വേണ്ട അത് എല്ലാവരും പുതിയതല്ല എന്നിട്ടായി ചോദിച്ചു വേണ്ടി പോയി പിന്നെ ഇങ്ങോട്ട് വന്നില്ല അതുപടി നിങ്ങൾ വലിയ തോന്നി കണക്കാക്കുന്ന എന്ത് കാര്യമില്ല അതിന് ഇപ്പോഴത്തെ ഫേസ്ബുക്കിനെ കുറിച്ച് മൊബൈലിനെ കുറിച്ച് ചർച്ചകളുണ്ടായിരുന്നു സാർ ഒപ്പൂന്ന് ഇപ്പോഴത്തെ പിള്ളേർ 24 മണിക്കൂർ നോക്കിയാൽ മൊബൈൽ തന്നെ കളി പിന്നെ പുതിയൊരു പുസ്തകം എന്തിനാ അത് ഫേസ്ബുക്കിൽ സാർ അതിനുകൊണ്ട് സാർ അതല്ല ഞാൻ മദ്രസയിൽ പഠിക്കുമ്പോൾ കൂടമാരോട് ചോദിക്കും നിങ്ങൾ ബുക്ക് വായിച്ചിട്ടാണ് അപ്പൊ ഓർ പഠിക്കാം ഫേസ്ബുക്ക് വായിച്ചിട്ടാണ് ആ ഏതെങ്കിലും ബുക്ക് വായിക്കല്ലോ
എന്ന് വിചാരിച്ച് ഞാൻ ഓരോന്ന് നോക്കാം. ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് അത് മറ്റൊരു. അപ്പം ദുഷ്ടമായില്ല ഫേസ്ബുക്ക് എടുക്കാൻ ആ കാരണം അങ്ങനെ ആഭാരം ഞാൻ പറഞ്ഞില്ല. എല്ലാ കാര്യത്തിലും നല്ലത് മോശമുണ്ട്. അത് നല്ലത് മാത്രം ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. അല്ലാതെ മോശപ്പെട്ടത് മാത്രം ഉപയോഗിച്ച് നിസ്കാരം കഴിഞ്ഞ് ജീവിക്കുന്നത് തെറ്റ് തന്നെയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങളെല്ലോ പണ്ട് എക്സസൈസിനായിട്ട് ഫുട്ബോൾ കളിക്കാൻ പോയിക്കൊണ്ടായില്ല. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇല്ലടാ. രണ്ടര വയസ്സാകും പറഞ്ഞ പിള്ളേർ മൊബൈലിൽ ഗെയിം കളിക്കാൻ തുടങ്ങി. പിന്നെ ഏത് പുസ്തകോട് പഠിക്കുന്നത് പുസ്തകം പണിക്ക് വരുന്നത്. അങ്ങനെ പിള്ളേരെ മാത്രം നിങ്ങൾ പറയണ്ട. ഓർക്ക് മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കുന്നത് നിങ്ങളെ പിള്ളേരെ രക്ഷിതാക്കാണ് ഏറ്റവും വലിയ നിസ്കാരം. അത് നിങ്ങൾ ശരിക്കൊള്ളുക. അതൊക്കെ ഇപ്പോഴത്തെ കല്യാണില്ല. പള്ളിയിൽ ഭയങ്കര മൊബൈൽ കളി അതിന്റെ പിള്ളേരെ പള്ളി മാറി. ഇന്നലെ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് പള്ളിയിൽ. അപ്പോൾ ഏത് രീതിയിൽ ഒരാൾ നിശ്ചയിക്കാൻ വന്ന് മൊബൈൽ വരായി മൊബൈൽ എടുത്ത് നോക്കി ആദ്യം വെച്ചത് എല്ലാം നോക്കിയിട്ട് ഈ മൊബൈൽ കിട്ടുന്നത് അതങ്ങനെ നിശ്ചയിച്ചു ചെയ്തു. 3-4 ദിവസം 10 ഉണ്ടാവും. അപ്പോൾ നിസ്കാരം പാത്തിലെടുക്കാം. അതെ അതെ 3 വട്ടം തുടർച്ചയായാണെങ്കിൽ ഞാൻ നിസ്കാരം പാത്തിലാവും. അതെല്ലാം മുതൽ നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ ഇമാമായി നിസ്കരിക്കുമ്പോൾ ഇതൊന്നും ഞങ്ങൾ കാണില്ല. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങളെ പോലെയുള്ളവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. എങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞേക്കാം. ഞങ്ങളിപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ നമ്മളൊക്കെ ഇവർ പാലെടുത്തേക്ക് നിങ്ങളെ മോനിതാക്കി നിങ്ങളെ മോനെ മറ്റേതാക്കി നിങ്ങളെ മോനെ മറ്റേ പാർട്ടിയിൽ കൂടി ഞങ്ങൾ വലിയ ആരെങ്കിലും നടക്കുന്നത് പറയും. ഞങ്ങൾ പറഞ്ഞു കൊടുത്തേ സ്വന്തം കാര്യം ആരും നോക്കല. അതിന്റെ നാട്ടിൽ വന്നിട്ട് ബാക്കിയുള്ള പറയാനും ഓരോ മക്കൾക്ക് ചെയ്യുന്ന ഓരോ നന്നാക്കേണ്ടത് ചിന്തിക്കുന്നില്ല. അതെ അതെ ആദ്യം സ്വയം നന്നാക്കുക, എന്നിട്ട് വീട് നന്നാക്കുക, എന്നിട്ടാണ് നാട് നന്നാക്കേണ്ടത്. ഇന്ന് എത്ര പെൺകുട്ടികളാണ് മൊബൈലിലെ ചാറ്റിംഗ് വഴി ചെയ്യപ്പെടുന്നത്. സ്കൂളിൽ പരിചയപ്പെട്ട ആണിനെ കൂടി എത്ര പെൺകുട്ടികളാണ് ഒളിച്ചോടി പോകുന്നത്. നാം ദിനംപ്രതി പത്രത്തിലൂടെ വായിക്കുന്നതല്ലേ. എന്നിട്ട് ജനങ്ങളൊന്നും പഠിക്കുന്നില്ലല്ലോ. അപ്പൊ പറയുന്നത് ഈ ഫേസ്ബുക്കും ഈ മൊബൈലൊന്നും വേണ്ടാ ഇങ്ങനെ പറഞ്ഞില്ല. ഈ ഗൾഫ് നാടിന് ഏകാധിപത്യ വേണമെന്നാകുമ്പോ ആട്ടെ ഓരോ മസ്ജിദിക്ക് അവിടെ മുല്ലപ്പുലിപ്പുറത്തിനും അറബുവസന്തത്തിനും തുടക്കം കുറിച്ചത് ഈ ഫേസ്ബുക്കിലും പിക്ചേഴ്സും കണ്ടിട്ടുണ്ട്. ഇത് സഹകരണം ഡെലിവറി ആപ്പാക്കില്ല. അപ്പൊ ആപ്പാക്കിച്ചപ്പോ ആ രാഷ്ട്രഭവനിലേക്കും രാഷ്ട്രപതി ഭവനിലേക്കും ഈ മാസം നടത്തിയതും ഫേസ്ബുക്കിലും പുസ്തകത്തിലെ പേപ്പറിൽ വായിച്ചത്. അതൊക്കെ ശരിയാണ്, അതൊക്കെ ഞാൻ വായിച്ചാണ്. പക്ഷേ ആസാമിലുണ്ടായ കലാപം അതിന് പിന്നിലും ഫേസ്ബുക്കാണ് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഇങ്ങനെ ഫേസ്ബുക്കിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നവർ നമുക്കിടയിലുണ്ട്. അതിനാൽ അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇസ്ലാമികമായ രീതിയിൽ നമുക്ക് ഫേസ്ബുക്കിനെ ഉപയോഗിക്കാൻ നമുക്ക് പഠിക്കണം. ഖുർആനിലെ ആയത്തുകളും മറ്റ് ഹദീസുകളും നമുക്ക് ചേർക്കാൻ ഇസ്ലാമിൽ സാധിക്കണം. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ആശയങ്ങൾ അന്യമനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കണം. ഇതിനു വേണ്ടി നമുക്ക് ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കാം. ആയപ്പോ 11 മണിയായി അവിടെ മുന്നീത്തെ കാത്തുന്നുണ്ടാവും. ഞാൻ പോട്ടെ മുന്നീട്ട് നിങ്ങളെ ഇത് ചെയ്യിക്കുക. ഫേസ്ബുക്കും യൂട്യൂബും ടീച്ചറും വാങ്ങുന്നല്ലോ. കണ്ടുപിടിച്ചകൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം നിൽക്കുന്നത്. ഇവിടെ നമുക്കും ഉപയോഗിക്കാം ഈ സോഷ്യൽ നെറ്റ്വർക്കുകൾ. ആയത്തുകൾ പറഞ്ഞു കൊടുക്കാനും അതീതുകൾ ഷെയർ ചെയ്യാനും ഇസ്ലാമിന്റെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും ഇവിടെ നമുക്കും തുടക്കം കുറിക്കാം. ഒരു ഇസ്ലാമിക വിശ്വാസത്തിന് അല്ലാഹുവിന്റെ സഹായത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.